ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് 11ാമത്തെ അത്താഴമായിട്ടോ, സമയം 4 മണി ആയിക്കണേ. അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാനുള്ളത് എന്താ വെച്ചാൽ മന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ എന്ത് ചെയ്തു, നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കിടന്നുറങ്ങിയിട്ടോ. കാരണം നല്ല ക്ഷീണം ഉണ്ടാവും, രാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോകാനുള്ളതാണ്. പിന്നെ എഴുന്നേൽക്കുന്നത് 9 മണിക്കാണ്. 9 മണിക്ക് എഴുന്നേറ്റ് മോൾക്കുള്ള പാൽപ്പൊടിയൊക്കെ ടിന്നിലേക്ക് മാറ്റുകയാണ്. കാരണം വേഗം പടികളൊക്കെ തീർക്കണം, ഇന്ന് ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ രാവിലെ തന്നെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു. കാരണം വൈകുന്നേരത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ പിന്നെ വൈകുന്നേരം അത്ര ടയേർഡായിട്ട് നമ്മൾ ഇരിക്കണ്ടല്ലോ. അപ്പോൾ അതിനു വേണ്ടി എനിക്ക് കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്തേക്കണം. കാരണം വൈകുന്നേരം വന്നാൽ ഞാൻ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ബെഡും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അടുക്കളയിൽ കയറി കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനും അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ചിക്കൻ കറി ഉണ്ടാക്കുക, ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. കാരണം ഒരുപാട് സമയമില്ല, ആകെ 2 മണിക്കൂറുള്ളൂ. അതിൻ്റെ ഉള്ളിൽ മോളെ വരെ കുളിപ്പിച്ച് റെഡിയാക്കി എല്ലാം കഴിഞ്ഞ് നമുക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിക്കാണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുള്ള സമയം കൊണ്ട് വേഗം ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഗ്രേപ്പ് ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്നലെ ഷിംകാക്ക വന്നപ്പോൾ ഗ്രേപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ജ്യൂസ് മുന്തിരി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, രാവിലെ തന്നെ അത് ക്ലീൻ ചെയ്യുകയാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് അതിൻ്റെ ഈ കൊമ്പു ചുള്ളിയൊക്കെ മാറ്റി അത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുക്ക് ചെയ്ത് കണ്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് കണ്ട് അതിലേക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചു കേട്ടോ. അതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ കാണിക്കാൻ പറ്റിയില്ല, ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, പോകുന്ന ധൃതി ആയതുകൊണ്ടാട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഗ്രേപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് അതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു വെച്ചു കേട്ടോ. ഇനി അത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുക്കായതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റേ അടുപ്പിൽ ഞാൻ വേഗം എന്ത് ചെയ്യണമെങ്കിൽ ചിക്കൻ കറിയും വെക്കുന്നുണ്ട്. കാരണം ഇതൊരു 3-4 വിസിലടിച്ച് കഴിഞ്ഞാൽ ഇതും ആവും. അപ്പോഴേക്ക് ഷെമിക്കാക്ക് പോകാൻ ആയിട്ടുണ്ടായിരുന്നു, ഓൺ റെഡിയായി ഓൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറയുന്നുണ്ട്, ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യണം, കാര്യങ്ങളൊക്കെ നോക്കുക എന്നൊക്കെ പറയണ്ടേ, ധൃതി കൂട്ടണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ പോയ പാടെ ഞാൻ എന്ത് ചെയ്തു, ഡോർ പോലെ അടക്കാൻ പോവാണ്ട് ഞാൻ കിച്ചണിൽ കയറി മോൾക്കുള്ള കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചുകൊണ്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി. അതിന് ശേഷം ഞാൻ നമ്മളെ ചിക്കൻ കറി വിസിലടിക്കുന്നുണ്ട്. ഒരു 3-4 വിസിലടിച്ച് കഴിഞ്ഞാൽ അത് ഓഫാക്കാം കേട്ടോ. ഇന്ന് ഒരുപാട് ധൃതിയുണ്ട്, മനസ്സിൽ ബേജാറുണ്ട്, എന്നാലും വേണ്ടിയില്ല, അതൊക്കെ കഴിച്ചിട്ട് പോകാമെന്നുള്ള ചിന്തയുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി 3-4 വിസിലടിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അത് കഴുകാൻ വേണ്ടിയിട്ട് നിന്നു. കാരണം മോളെ കിടത്തിയിട്ടുണ്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓളെ എണ്ണ തേച്ച് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പിടിക്കുന്നവരെ എൻ്റെ ഈ പാത്രമോറിലാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടി ഇട്ടാ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മോൾക്കുള്ള ഒരു ഫ്ലാസ്കിൽ മോൾക്ക് കുടിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചായ ഒരു ഫ്ലാസ്കിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. വൈകുന്നേരം അല്ലേ, ചൂടാറൊന്നുമില്ല. അതും ഉണ്ടാക്കി വെച്ചതിന് ശേഷം മോൾക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. അതൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്തതിന് ശേഷം ഓളെ കുളിപ്പിച്ച് റെഡിയാക്കി ഓളെ ഞാൻ ബെഡിൽ കിടത്തിയിട്ട് ഞാൻ വേഗം പോയി കുളിച്ച് വന്നു. പിന്നെ ഞങ്ങൾ പോയിട്ടോ. പിന്നെ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള സീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഷെംകാക്ക ഭക്ഷണങ്ങളൊക്കെ ജ്യൂസൊക്കെ അവൻ അടിച്ച് വെച്ചിട്ടുണ്ട്. പത്തിരി അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, രാവിലെ ഉണ്ടാക്കി വെച്ചതല്ലേ. അപ്പോൾ അത് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ ഫ്രിഡ്ജിൽ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സിന് പൈനാപ്പിളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാനുള്ള, നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് മൂപ്പര് ടേബിളിൽ കൊടുന്നൊക്കെ കേട്ടോ. അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മോളെ കുളിപ്പിക്കാൻ വേണ്ടി റെഡി ആക്കണം. ഓളെ വൈകുന്നേരത്തെ കുളിപ്പിക്കലിൽ ഓളൊക്കെ ഒന്ന് കുളിപ്പിക്കണം. പിന്നെ ഓളെ ഷിംകാക്ക ഉച്ചയ്ക്ക് കൊണ്ടുവന്നേന്ന്. അപ്പോൾ ഓൾക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര അതിർപ്പായിരുന്നു കേട്ടോ. അതിർപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവൾക്ക് എന്നെ കണ്ടപ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓളൊന്നും കുളിപ്പിച്ചെടുത്ത് ഓൾക്ക് പാലൊക്കെ കൊടുത്ത് ഓളെ സെറ്റാക്കിയപ്പോഴേക്ക് ടേബിള് സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ച് മൂപ്പരാക്ക എല്ലാം ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം നമുക്ക് നോമ്പറക്കാനുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പത്തിരി ഉണ്ട്, പിന്നെ അതേപോലെ ഫ്രൂട്ട്സ് ആയിട്ട് പൈനാപ്പിൾ ഉണ്ട്, പിന്നെ കാരക്ക, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ കട്ടൻ ചായ, ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് നോമ്പറക്കാനുള്ള വിഭവങ്ങൾ. ഇതന്നെ നമുക്ക് ധാരാളം കേട്ടോ. നമ്മൾ ഇതന്നെ ഫുള്ള് കഴിക്കൂല. കാരണം ഞങ്ങളെ ഫുഡ് എന്നും ബാക്കി ഉണ്ടാവും. തലേ ദിവസത്തെ ഫുഡ് പിറ്റേ ദിവസം കഴിക്കാനുണ്ടാവാറുണ്ട്, അധിക ദിവസങ്ങളും ഉണ്ടാവാറുണ്ട്. കാരണം നോമ്പ് എടുക്കണം നേരത്തെ ഒരുപാട് കഴിക്കാൻ എന്തായാലും കഴിക്കില്ല. നമുക്ക് ഒരുപാട് ഞങ്ങൾ പിന്നെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കലില്ല, വിരുന്ന് പോകുമ്പോഴൊക്കെ കഴിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കൽ. എന്നാൽ ഉണ്ടാക്കാൻ ഒന്നാമത് സമയത്തിൻ്റെ മെനക്കെടും. പിന്നെ രണ്ടാമത്തേത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇഷ്ടമാണ് കഴിക്കാൻ, എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ അവൻ പറയും ഓവറ തടിയായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, പിന്നെ എൻ്റെ ഇടയിൽ കൂടി നമ്മൾ അങ്ങനത്തും കൂടി കഴിക്കണ്ടെന്നൊക്കെ പറയും. അതൊക്കെ കഴിഞ്ഞ് ബാങ്കും എടുത്ത് നോമ്പ് തന്ന് ഈത്തപ്പഴം കഴിച്ചു. പിന്നെ അതിനുശേഷം വെള്ളം കുടിച്ചു, ജ്യൂസ് കുടിച്ചു.
പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന പൈനാപ്പിൾ ആയിരുന്നു, പൈനാപ്പിൾ കഴിച്ചു. അപ്പം തന്നെ ഏകദേശം വയറ് ഫില്ലായിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിക്കാതെ നിന്നോ അവരും ചീത്ത പറയുന്നു വിചാരിച്ചിട്ട് ഞാൻ വേഗം പത്തിരിയും ചിക്കൻ കറിയൊക്കെ കഴിച്ച്. പിന്നെ നിസ്കരിച്ച് ഓതാനുണ്ട്. അപ്പോൾ നിസ്കരിച്ച് എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രം കഴിക്കാണ്ടിരുന്നു, അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നിസ്കാരവും ഓത്തൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.